ലക്ഷങ്ങൾ ചിലവഴിച്ച് കോഴിക്കോട് ഫറോക്കിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗശൂന്യം. 6 വർഷം മുൻപ് ഉദ്ഘാടനം നിർവഹിച്ച പ്ലാന്റ് പ്രവർത്തിക്കുന്നത് വെറും 2 ദിവസം മാത്രം. പ്രവർത്തനം നിലച്ച പ്ലാന്റിലെ ഉപകരണങ്ങളെല്ലാം കാടുകയറി നശിച്ച അവസ്ഥയിലാണ്. 2010-ൽ 10 ലക്ഷം രൂപ ചിലവിട്ടാണ് ഫറോക്ക് ചന്തക്കടവിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം പ്ലാന്റിലെ ഉപകരണങ്ങളെല്ലാം കാടുകയറി നശിച്ചു. ഉദ്ഘാടനം നടത്തി വെറും 2 ദിവസം മാത്രമാണ് പ്ലാന്റ് പ്രവർത്തിച്ചത്. അതും ഫലപ്രദമായിരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുന്നുകൂടിയ മാലിന്യം പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ തീരത്താണ് ഈ ബയോഗ്യാസ് പ്ലാന്റും അതുപോലെ തന്നെ ഈ ട്രഞ്ചും നിലനിൽക്കുന്നത്. ഈ ട്രഞ്ചിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഫറോക്ക് ഹൈസ്കൂളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊണ്ടിടുന്ന ഈ വേസ്റ്റിന്റെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടി വരുന്ന നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. സംസ്കരണ മാർഗം മുടങ്ങിയതിനാൽ ചന്തക്കടവ് സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. മാലിന്യം നീക്കം ചെയ്യാത്തതിനാൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. നഗരം മാലിന്യങ്ങൾ കൊണ്ട് കുന്നുമൂടപ്പെടുമ്പോഴും അത് സംസ്കരിക്കുന്നതിനു വേണ്ടി പുതിയ ഇടം കണ്ടെത്താനോ ഇവിടം നവീകരിക്കാനോ അധികാരികൾ ഇനിയും തയ്യാറായിട്ടില്ല. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ മഹേഷ് കുമാറിനോടൊപ്പം മുഹമ്മദ് അസർ, റിപ്പോർട്ടർ.